പിന്നെ നമ്മളെ മിഷ്യത്തിൽ ഉഷയുടെ പവർ മെഷീനാണിത്. അത് നമ്മളെ ചെരിച്ച് വച്ചിരിക്കണ്ടോ, ഓയിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടോ, മെഷീൻ നമ്മളൊന്ന് ചെരിച്ച് വച്ചതിന് ശേഷം എന്ത് ചെയ്തു ഉണ്ടോ, നിറച്ച് ഓയിലും അഴുക്കുമൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ടോ. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ഈ ഓയിലിനൊന്ന് റീചേഞ്ച് ചെയ്യണം അല്ലേ. അപ്പോൾ റീചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഇവിടെ കണ്ടോ, ഈ സ്ക്രൂ കണ്ടോ, അവിടെ ഒരു സ്ക്രൂ ഉണ്ട് കണ്ടോ. അപ്പോൾ നമ്മൾ അഴിച്ച് മാറ്റിയതായിരിക്കുന്നത്. ആ സ്ക്രൂ അങ്ങനെ മാറ്റുക. നമ്മൾ ഈ പോയിൻറ്റിൽ നിന്ന് ഇത് നിൽക്കുന്ന പോയിൻ്റ് കേട്ടോ, അത് ഈ പോയിൻറ്റിൽ നിന്ന് അഴിച്ച് മാറ്റിയിരിക്കുന്നത് കാണും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ നമ്മൾ വേറൊരു ക്യാൻവാസ് വച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊരു ക്യാൻവാസ് വച്ചിട്ട് താഴെ ഭാഗം കാണിച്ചിട്ടുണ്ട്. അല്ല, താഴെ ഭാഗം നമുക്ക് ഓയിൽ റീചേഞ്ച് ചെയ്യുന്നതാണിത്. മനസ്സിലായോ? നമ്മളിത് കാണുന്നുണ്ട്. അതിൻ്റെ താഴെ ഒരു ഹോളിൽ ഒരു കുപ്പി നമ്മൾ വച്ചെടുക്കണം, ഒരു ക്യാൻ വെച്ച് കൊടുത്തേക്കുക. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഓയിലിനെ കംപ്ലീറ്റ് ഊറ്റിയെടുത്തു കേട്ടോ. ഊറ്റിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കണം. അത് തുണി എടുത്ത് നമ്മളൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കണം. തുടച്ച് മാറ്റണം നമ്മൾ, അത് ക്ലീൻ ചെയ്ത് അഴുക്ക് ഓയിലിൻ്റെ വേസ്റ്റ് ഉണ്ടാവും, നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ടാവും. അതുപോലെ തൂത്ത് തുടച്ച് നന്നാക്കി ഇട്ടില്ലെങ്കിൽ നമ്മുടെ മെഷീൻ കംപ്ലൈൻറ്റ് വരും. അപ്പോൾ നമ്മൾ ഓയിൽ, ഒരു ക്യാൻ ഓയിൽ കംപ്ലീറ്റ് നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ച് വയ്ക്കണം. ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം. അത് ക്ലീൻ ചെയ്തെന്താണെന്ന് മനസ്സിലായോ? വേണ്ട, താഴെ നമ്മൾ ഓയിൽ വച്ചിട്ട് ഇങ്ങനെ കുപ്പി വയ്ക്കണം കേട്ടോ. ആ സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ കുപ്പി വെച്ചില്ലെങ്കിൽ ആ ഓയിൽ കംപ്ലീറ്റ് താഴെ ചാടും. ഇങ്ങനെയാണ് നമ്മൾ ഓയിൽ റീചേഞ്ച് ചെയ്യുന്നത്. ഇതെല്ലാവരും ഇതുപോലുള്ള പവർ മെഷീനൊക്കെ ഉണ്ട്, ഇതുപോലെ ഒന്ന് കെയർ ചെയ്യണം കേട്ടോ. ഇത് നമ്മുടെ മെഷീൻ കംപ്ലൈൻ്റ് ആയിരിക്കും. ഇതിലേക്കിട്ട നമ്മൾ ആ സ്ക്രൂ വെച്ച അടയ്ക്കും കേട്ടോ. അത് ഈ മിഷ്യത്തിൻ്റെ ഈ സ്ക്രൂ ഇടുന്ന പോലെണ്ണ ഇതൊരു കാന്തമുണ്ട്, ഒരു കാന്തമാണ്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ അടച്ച് വച്ചിരിക്കുന്നതാണ് കേട്ടോ. ഒരു
സ്ക്രൂ ഡ്രൈവർ വെച്ച് നമ്മൾ ഇതിനൊന്ന് തുറന്നു കൊടുക്കണം. കണ്ടോ, ഇതിനൊന്ന് തുറന്നു കൊടുക്കണം. എന്നിട്ട് വേണം താഴെ നമ്മളത് ഈ പോയിൻ്റിൽ കണ്ടോ, ഇവിടെ നമ്മൾ കുപ്പി വെച്ച് കൊടുക്കണം. കുപ്പി വലിയൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഓയിലെടുക്കണം. അവിടെ വച്ച് കൊടുത്തതിന് ശേഷം മാത്രമേ ഇവിടെ നമ്മൾ തുറക്കാവൂ കേട്ടോ. ഇതാണ് ഇത് കാന്തമാണ്. ഇതിൻ്റെ മുകളിൽ വെച്ചെടുത്താൽ മതി ലാസ്റ്റ് അടിച്ചിട്ട്. ഇനി നമ്മളിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചെടുക്കുന്നുണ്ടോ? ആ ലോന്ന് എഴുതിയിട്ടില്ലേ, അവിടെ വരെ നിന്നാൽ മതി കേട്ടോ. നമ്മൾ എപ്പോഴും അവിടെ തന്നെ ഓയിൽ ഉണ്ടാവണം. നമ്മളതുപോലെ നിമിഷത്തിൽ ഇത് ഓയിൽ തീർന്നോന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്യണതനുസരിച്ച് നമ്മൾ ഓയിൽ ഒഴിക്കണം കേട്ടോ. കേട് ഓയിൽ ഒരിക്കലും കിടക്കാൻ പാടില്ല ഇതിൽ. അല്ല നമ്മൾ അതുപോലെ തന്നെ കണ്ട മെഷീൻ ചിരിച്ച് വെച്ചായിരുന്നു. നമ്മൾ ആ മെഷീൻ അതുപോലെ തന്നെ എടുത്ത് വെച്ചു. ഓക്കെ, മെഷീൻ്റെ പുറമൊക്കെ നന്നായിട്ട് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ എല്ലാവരും മെഷീനിൽ ഓയിൽ റീചേഞ്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ മെഷീൻ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോകും.